Welcome English class, 8th standard, the shipwrecked sailor, page 48, para 7. 8th classile, കപ്പൽ തകർന്ന നാവികൻ, പേജ് 47, പാരഗ്രാഫ് 8. അല്ല 7, പാരഗ്രാഫ് 7. In contrast, Caravello's struggle, fight, പൊരുതുക. അതിനിടയിൽ കാരവല്ലോ പൊരുതുന്നുണ്ടായിരുന്നു, സ്ട്രഗിളിംഗ് വിത്ത് കാസിലോ. രണ്ടുപേരും കൂടെയാണ്, ഒരാൾ കഴുത്തിൽ തൂങ്ങിപ്പിടിച്ചാണ് മറ്റേ ആള് ജീവൻ രക്ഷിക്കാൻ നോക്കുന്നത്. സോ ദാറ്റ് കാസിലോ would not let go of his neck. മറ്റേ ആള് ആരാണ് നീന്തുന്ന ആൾക്ക് നീന്താൻ പറ്റുന്നില്ല. ബിക്കോസ് ദ അതർ പേഴ്സൺ tied his hands to the neck. കഴുത്തിൽ മൂർക്ക പിടിച്ചു വെച്ചിരിക്കുകയാണ് അയാൾ വീണ് വന്നിന്. And they were less than 3 meters away. Less than. അതിനേക്കാൾ കുറവ്. എന്നാലോ അതിന് ഓപ്പോസിറ്റ് ആണ് മോർ ദാൻ. അതിനേക്കാൾ കൂടുതൽ. അതിനേക്കാൾ കൂടുതൽ. അപ്പൊ മോറിന്റെ ഓപ്പോസിറ്റ് ആണ് മോർ, ഓപ്പോസിറ്റ് ലെസ്. മോർ കൂടുതൽ, ലെസ് കുറവ്. നോക്കൂ. Then, in contrast, Caravello was struggling with Casillo, so that Casillo would not let അനുവദിക്കുക. Let means permit. അനുവദിക്കുക or allow. അതും അനുവദിക്കുക. Would not let go of his neck. They were less than 3 meters away. 3 മീറ്ററിനേക്കാൾ അടുത്തുണ്ടവർ. I figured. തിരിച്ചറിഞ്ഞു. Figured. തിരിച്ചറിഞ്ഞു. ഇംഗ്ലീഷിൽ പറയാം identified. I would figure out. അതാണ് ഫിഗർ ഔട്ട് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക, തിരിച്ചറിയുക. Figured that, നോക്കൂ, I figured that if they got just a little closer, അവർ അല്പം കൂടി ക്ലോസ് മീൻസ് നിയർ. അതിന് 3 രൂപങ്ങളാണ്: ക്ലോസ്, ക്ലോസർ, ക്ലോസസ്റ്റ്. അരികെ, ഏറരികെ, ഏറ്റവും അരികെ. അവർ 3 മീറ്ററിൽ ആണിപ്പം അകലുള്ളത്. അതിനേക്കാൾ കുറച്ചുകൂടി അരികിലെത്തിയാൽ, നോട്ട് ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ, ഐ കുഡ് ഹോൾഡ് ഔട്ട് എൻ ഓർ. എങ്കിലും എനിക്ക് അവരുടെ കയ്യിലേക്ക് ഒരു ഓർ, ഒരു തുഴ അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റും. എൻ ഓർ. എനിക്ക് കഴിയും. To hold out an oar for them. To grab, പിടിച്ചു നിൽക്കാനായിട്ട്. Grab, hold, പിടിക്കുക. അത് പിടിച്ച് തുഴഞ്ഞ് രക്ഷപ്പെടാനായിട്ട് എനിക്കൊരു ഓർ കൊടുക്കാൻ സാധിക്കും, ഒരു തുഴ കൊടുക്കാൻ സാധിക്കും. നോക്കൂ. Then, once again, in contrast, Caravello was struggling with Casillo, so that Casillo would not let go of his neck. Casillo കഴുത്തിൽ നിന്നും വിട്ടുപോവാതെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് കാരവലോ നീന്തുന്നത്.
They were less than 3 meters away. എൻ്റെ അരികിൽ നിന്ന് 3 മീറ്റർ ദൂരത്തിലും കുറവാണ് അവര്, അടുത്തുണ്ട് അവര്. I figured out that, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, if they got just a little closer, അവർ ഒന്നുകൂടി എൻ്റെ അരികിലെത്തിയാൽ എനിക്ക് I would hold out an oar for them. എൻ്റെ തുഴ അവർക്ക് വേണമെങ്കിൽ പിടിച്ചു കൊടുക്കാം, ഇല്ല തുഴയിൽ അവർക്ക് പിടിച്ചു നിൽക്കാം, to grab. But at that moment, പക്ഷെ അതേ നിമിഷം a gigantic wave, gigantic, 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 എന്ന് വെച്ചാൽ വെരി ഹ്യൂജ്, വളരെ വലിയ, വളരെ വലിയൊരു തിരമാല വന്നു. ജിജാൻറ്റിക് വേവ്. യെസ്. അപ്പോഴാണ് ജയന്റ് എന്ന വാക്കിൽ നിന്നാണ്, ജയന്റ് എന്ന് പറയുന്ന രാക്ഷസനാണ് കേട്ടോ, GIANT, രാക്ഷസൻ എന്നാണ് ജയന്റ്. അപ്പൊ രാക്ഷസീയമായ എന്നുള്ളതാണ് ജിജാൻറ്റിക് എന്ന് പറഞ്ഞത്, അന്ന് വിശേഷണമായിട്ട് കൊടുക്കല്. ജിജാൻറ്റിക് വേവ് ദാറ്റ് ലിഫ്റ്റഡ് ദി റാഫ്റ്റ്, എന്റെ ചങ്ങാടത്തിനെ, എന്റെ ആ വാഹനത്തിനെ ഒരു തിര വന്ന് പൊക്കി കാണുന്നു. And from the top of the huge crest, I could see the mast of the small ship. ആ തിര വന്ന് ഉയരത്തിലേക്ക് ഞാൻ പൊന്തിയ സമയത്ത് എൻ്റെ താണുപോയ കപ്പലിന്റെ ആ മാസ്റ്റ്, മാസ്റ്റ് മീൻസ് കൊടിമരം, മാസ്റ്റ്, കപ്പലിൽ കൊടിയുണ്ടാവും, കൊടിമരം ഉണ്ടാവും, മാസ്റ്റ്. പായക്കപ്പലില് മാസ്റ്റ് ഉണ്ടാവും, അതിന് പായ കെട്ടാനായിട്ട്, അല്ലെങ്കിൽ പായ കെട്ടുന്ന തൂണ്, അത് പൊങ്ങി നിൽക്കുന്നത് കണ്ടു. ആൻഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ഹ്യൂജ് ക്രസ്റ്റ്, ആ വലിയ തിരമാലയുടെ ഏറ്റവും മുകളിലേക്ക് ഉയർന്നപ്പോൾ I could see the mast of the small ship heading away from me. അപ്പോഴ് സത്യത്തിൽ കപ്പല് അല്ലെങ്കിൽ അത് ആണ്ട് പോവുകയാണ്. When I come down, വീണ്ടും തിരമാല താണപ്പോഴ്, തിരമാല പൊന്തിയപ്പോഴേ മൂപ്പര് പൊന്തി, തിരമാല താണപ്പോഴ് കാരവലോ had vanished, അവരും അപ്രത്യക്ഷരായി. വാനിഷ്, വാനിഷ് അർത്ഥം എന്താണ്? ഡിസപ്പിയർ. നമ്മൾ പഠിച്ച വാക്കാണ് ഡിസപ്പിയർ, അപ്രത്യക്ഷമാവുക. എന്തിനു പറയുന്നു? അവരും ആ തിരമാലയിൽപ്പെട്ട് അപ്രത്യക്ഷരായി. കാരവലോ രണ്ടുപേരുണ്ടായിരുന്നു, ആസിലോ രണ്ടുപേരെയും കാണാനില്ല. The mast of the small ship heading away from me. When I came down again, Caravelo had vanished with Casilo. രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെയും കാണാനില്ല. ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്, ഒരാൾ മറ്റൊരാളെ കഴുത്തിൽ പിടിച്ച് തൂക്കിക്കിടക്കായിരുന്നല്ലോ. ആ ജിജാൻറ്റിക് തിരമാല വന്നിട്ട് അവരെയും കൊണ്ടുപോയി. എലോൺ 2 meters away. ഇപ്പോൾ സത്യത്തിൽ 2 മീറ്റർ മാത്രം അകലത്തിലായിരുന്നു ഞാൻ. അവിടെ മറ്റൊരാളെ കണ്ടു. റെങ്കിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ്. അപ്പോഴും അവൻ അവിടുന്ന് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കാണ്. കാംലി, 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 ശാന്തനായിട്ട്. കാംലി മീൻസ് ശാന്തനായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കാംലി. നോക്കൂ, alone 2 meters away, Rangifo was still swimming calmly towards the raft. അപ്പോഴും എന്നെ നേരെ നീന്താൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒരു ചെറിയ പേരെ കൂടെ ഇട്ട്. I don't know why I did this absurd thing. എന്തുകൊണ്ടാണ് ഈ absurd? Absurd means meaningless. അർത്ഥമില്ലാത്ത. എന്തുകൊണ്ടാണ് ഇത്തരം മോശമായ മീനിങ്ലെസ് ആയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? I don't know why
I did this absurd thing. ഞാൻ എന്തിനാണ് ഇതിൽ പുറപ്പെട്ടത്, ഇറങ്ങി തിരിച്ചത്? Knowing I couldn't move. എനിക്ക് കടലിലൂടെ നീന്തി രക്ഷപ്പെടാനാവില്ലെന്നറിയാം. ഫോർവേഡ് എനിക്കിനി രക്ഷപ്പെടാനേ കഴിയില്ലെന്നറിയാം. എന്നിട്ടും ഞാൻ എന്തിനു മെനക്കെടുന്നു? I put the oar in the water as though trying to prevent the raft. എന്റെ റാഫ്റ്റ് വെള്ളത്തിൽ ഒഴിച്ചു പോവാതിരിക്കാൻ തടയാനെന്ന വണ്ണം തുഴയിട്ടിട്ട് കാര്യമില്ല, അത്രയും വലിയ തിരമാലയാണ്. ഫ്രം മൂവിങ്, എന്റെ റാഫ്റ്റ് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചു. ട്രൈങ് ടു ആങ്കർ, ആങ്കർ ദേഷ്യട്ടോ, സ്പെല്ലിംഗ് പറയാണ് ANCHOR, ആങ്കർ, നങ്കൂരമിടുക, നങ്കൂരമിടുക. കപ്പലും മറ്റും കടലോരത്തെത്തിയാൽ, തുറമുഖത്തെത്തിയാൽ ആങ്കർ ഇടും, നങ്കൂരമിടും. ആയത് വലിയ, ഇതാണ് ശരിക്ക് ആങ്കർ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഇരുമ്പിന്റെ വലിയ ഈ മുള്ളോട് കൂടിയ ഭാഗം ഇത് കടലേക്ക് അടക്കുക ചെയ്യും, അത് കടലിൽ കുടുങ്ങി കിടക്കുക ചെയ്യും. എൻ്റെ ഇത് ഉദ്ദേശിക്കുന്നത് എനിക്കിവിടെ നങ്കൂരമിട്ട് നിൽക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ തുഴ കൊണ്ടാണ് നങ്കൂരമിടുന്നത്, എനിക്ക് പറ്റുന്നില്ല. റിംഗ് ഫിറ്റോ എക്സോസ്റ്റഡ്. അപ്പോഴതാ എൻ്റെ കൂട്ടുകാരൻ ആകെ തമർന്നു പോയിരിക്കുന്നു. എക്സോസ്റ്റഡ്, EXHAUST, എക്സോസ്റ്റ്, ക്ഷീണിക്കുക. എക്സോസ്റ്റ് ചെയ്യുക, ക്ഷീണിക്കുക. എൻ്റെ കൂട്ടുകാരൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു, ഇവൻ എപ്പോഴത്താണ് പോകും. ആൻഡ് പോസ്റ്റ് എ മൊമെന്റ്, അവൻ ഒരു നിമിഷ നേരം അവന്റെ നീന്തലും തുഴച്ചിലൊക്കെ നിർത്തി. then raised his arm as he had when he held his headphones aloft. അതായത് അവന്റെ കയ്യിൽ ഹെഡ്ഫോൺ താഴ്ന്നു പോവാതിരിക്കാൻ ഒറ്റ കൈ പിടിച്ചുകൊണ്ടാണ് അവൻ, അത് ഒരു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ കൈ നേരെ അവിടെ നിന്നും അല്പം അകലെ നിന്നും, ഒരു 1.5 മീറ്റർ അകലെ നിന്നും എൻ്റെ നേരെ അവൻ ആ ഹെഡ്ഫോൺ ഉയർത്തി കാണിച്ചു. ആൻഡ് ഷൗട്ടഡ് അഗെയിൻ, ഫാസ്റ്റോ റോ ഓവർ ഹിയർ, ഫാസ്റ്റോ, ഒന്ന് എൻ്റെ അടുത്തേക്ക് വരൂ, ഒന്ന് എൻ്റെ അടുത്തേക്ക് വരൂ. So this is the 8th paragraph. Let us continue it next.